ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാ കുഞ്ഞുമക്കൾക്കും ലിറ്റിൽസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1-ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ യൂണിറ്റ് 3 മ്യാവു എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ഈ പാഠഭാഗം പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മക്കളും കയറി കാണുക. എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. അപ്പോൾ മക്കളെ എല്ലാവരും വന്നേ, നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മുടെ പാഠഭാഗത്തിൽ 2 കഥാപാത്രങ്ങളാണ് മെയിനായിട്ടും, ഒരു പൂച്ചയും ഒരു പട്ടിയും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പട്ടിയെയും പൂച്ചയൊക്കെ ഇഷ്ടമാണോ? എല്ലാവരുടെയും വീട്ടിൽ പെറ്റ്സൊക്കെ ഉണ്ടോ? അപ്പം നോക്കിയേ, നമുക്ക് പൂച്ച എന്താ ഇംഗ്ലീഷിൽ പറയുന്ന ക്യാറ്റ് എന്നാണ് കേട്ടോ, ക്യാറ്റ്. പട്ടി എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ഡോഗ് കേട്ടോ, ഡോഗ്. അപ്പം നോക്കിയേ, എന്താണ് ആദ്യം കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. ഒരു പപ്പി എന്ന് പറയുമ്പം പട്ടിക്കുട്ടി, കുഞ്ഞു പട്ടിക്കുട്ടി. അവന് ഉറങ്ങുകയായിരുന്നു. എവിടെയാണ്? ഓൺ എ മാറ്റ് നിയർ ദ സോഫ. ഒരു സോഫയുടെ അരികിലുള്ള ഒരു മാറ്റിൽ കിടന്നവന് ഉറങ്ങുകയായിരുന്നു. മ്യാവ്. ഹീ ഹേർഡ് എ സൗണ്ട്. അപ്പോഴോ പെട്ടെന്ന് അവന് മ്യാവ് എന്നൊരു സൗണ്ട് കേട്ടു. അപ്പോൾ നോക്കി, അവിടെ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഹൂ സെഡ് മ്യാവ്? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അപ്പം ഇനി ഹൂ സെഡ് മ്യാവ്, ആരാണ് മ്യാവ് എന്ന് പറഞ്ഞത്? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അപ്പോൾ ഇനി അടുത്ത് എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ കൂട്ടുകാരോട് ചോദിക്കുകയാണ് കേട്ടോ. ഹൂ സെഡ് മ്യാവ്, ആരായിരിക്കും മ്യാവ് എന്ന് പറഞ്ഞിട്ടുണ്ടാകുക, അല്ലയോ? നോക്കി, ആ കർട്ടൻ്റെ മറവിൽ ആരോ ഒന്നുണ്ട്. ആരാണത് പറഞ്ഞതെന്ന്? ഇനി എന്താ സംഭവിക്കുക എന്നൊന്ന് പറയണേ. അപ്പം നോക്കിയേ, നെക്സ്റ്റ് പേജ് നമുക്ക് നോക്കിയാലോ. ദ പപ്പി റേസ്ഡ് ഹിസ് ഹെഡ്. ഹീ ലുക്ക്ഡ് അറൗണ്ട്. ദ പപ്പി റേസ്ഡ് ഹിസ് ഹെഡ്. ആ പട്ടിക്കുട്ടി അവൻ്റെ തല ഉയർത്തി. റേസ്ഡ് ഉയർത്തി. ഹിസ് ഹെഡ്, അവൻ്റെ തല ഉയർത്തി. ഹീ ലുക്ക്ഡ് അറൗണ്ട്, എന്നിട്ട് അവൻ ചുറ്റും നോക്കി. അപ്പോൾ ഉറങ്ങിക്കിടന്ന പട്ടിക്കുട്ടിയായിരുന്നു ഇല്ലയോ? അവൻ മ്യാവ് എന്നുള്ള സൗണ്ട് കേട്ടുകൊണ്ട് അവൻ്റെ തല പതിയെ പൊക്കി നോക്കിയിട്ട് ചുറ്റും നോക്കി. ഇനി നോക്കിയേ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? നോക്കിയേ, വാട്ട് വിൽ ഹീ സീ? എന്താണ് അവൻ കണ്ടിട്ടുണ്ടായിരിക്കുക എന്ന്? എന്തായിരിക്കും അവൻ കണ്ടിട്ടുണ്ടായിരിക്കുക? പൂച്ചയെ കണ്ടു കാണുമോ? കർട്ടൻ്റെ മറവിൽ നിന്ന് പൂച്ചയെ കണ്ടു കാണുമോ? കൂട്ടുകാരൊന്ന് പറഞ്ഞേ, എന്തായിരിക്കും? ഓക്കെ, അതെന്താണെന്നറിയാൻ നമുക്ക് അടുത്ത ഭാഗം നോക്കിയാലോ. നോക്കിയേ, ഹോ നോബഡി ഈസ് ഹിയർ. ഹീ സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗെയിൻ. മ്യാവ്. നോക്കിയേ, അവൻ ചുറ്റും നോക്കിയപ്പം ആരെയും കണ്ടില്ല. വീണ്ടും അവൻ എന്ത് ചെയ്ത്? ഉറങ്ങാൻ തുടങ്ങി. വീണ്ടും അവൻ അന്നേരം മ്യാവ് എന്നുള്ള സൗണ്ട് കേട്ടു. ഒന്നുകൂടെ വായിക്കാം. ഹോ നോബഡി ഈസ് ഹിയർ. ആരും തന്നെ ഇവിടെ ഇല്ല. ഹീ സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗെയിൻ. അവൻ ഉറങ്ങാൻ വീണ്ടും തുടങ്ങി. അപ്പോൾ എന്ത് സൗണ്ട് കേട്ടു? വീണ്ടും മ്യാവ് എന്നുള്ള സൗണ്ട് കേട്ടു. അപ്പോൾ നോക്കി, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വിൽ ദ പപ്പി ഡു നൗ? എന്തായിരിക്കും ആ പപ്പി പിന്നീട് ചെയ്തിട്ടുണ്ടായിരിക്കുക? എന്തായിരിക്കും? അവനൊന്ന് ഉറങ്ങിക്കിടക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു മ്യാവ് സൗണ്ട് കേട്ടു. അവൻ എല്ലായിടും ചുറ്റും നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. വീണ്ടും അവൻ ഉറങ്ങാൻ തുടങ്ങി. വീണ്ടും മ്യാവ് സൗണ്ട് കേട്ടു. അപ്പോൾ എന്തായിരിക്കും? നമ്മളാണെങ്കിൽ എന്തായിരിക്കും? പോയി നോക്കൂ ഇല്ലയോ? കൂട്ടുകാരാണെങ്കിലും അങ്ങനെ ചെയ്യത്തില്ലേ? ഇനി എന്താണെന്ന് എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ടേ ഉള്ളെന്ന് തോന്നത്തില്ലേ? അപ്പോൾ എന്തായിരിക്കും? നമ്മുടെ പപ്പിക്കുട്ടി പോയി നോക്കിയിട്ടുണ്ടായിരിക്കുമോ? എന്താണ്? നമുക്ക് അടുത്ത ഭാഗം നമുക്ക് വായിക്കാം. ഹൂ ഈസ് ദെയർ? ആസ്ക്ഡ് ദ പപ്പി. ഹീ ലുക്ക്ഡ് അണ്ടർ ദ ബെഡ്. നോബഡി ഈസ് ഹിയർ. ഹൂ ഈസ് ദെയർ? അവിടെ ആരാണ്? ആസ്ക്ഡ് ദ പപ്പി. പപ്പി ചോദിച്ചു. ഹീ ലുക്ക്ഡ് അണ്ടർ ദ ബെഡ്. അവൻ ബെഡിൻ്റെ അടിയിലെല്ലാം നോക്കി. നോബഡി ഈസ് ഹിയർ. ആരും തന്നെ അവിടെ ഇല്ല. അപ്പോൾ നോക്കിയേ, അവൻ മ്യാവ് സൗണ്ട് കേട്ട് ഉറങ്ങി കിടന്നെത്തുന്ന എഴുന്നേറ്റ് വന്ന് എന്ത് ചെയ്ത്? ബെഡിനടിയിലൊക്കെ ആരാടാ അവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാം നോക്കി. പക്ഷേ ആരെങ്കിലും അവിടെ കണ്ടോ? ആരെയും തന്നെ അവിടെ കണ്ടില്ല. അപ്പോൾ നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിൽ ഹീ സീ ദ ക്യാറ്റ്? അവൻ ക്യാറ്റിനെ കണ്ടിട്ടുണ്ടായിരിക്കുമോ? നമുക്ക് നോക്കാം അല്ലയോ. Then he searched under the table.
നോബഡി വാസ് ദെയർ. പിന്നീട് അവൻ എവിടെ പോയി? അണ്ടർ ദ ടേബിൾ, ഇല്ലയോ? ദെൻ ഹീ സെർച്ച്ഡ് അണ്ടർ ദ ടേബിൾ. അണ്ടർ എവിടെ? അണ്ടർ അടിയിൽ. പിന്നീട് അവൻ എവിടെയാ നോക്കിയത്? ടേബിളിൻ്റെ അടിയിൽ പോയി നോക്കി, ഇല്ലയോ? പിന്നോ നോബഡി വാസ് ദെയർ, അവിടെയും ആരെയും കണ്ടില്ല. അപ്പോൾ നോക്കിയേ, അണ്ടർ എന്ന് വെച്ചാൽ അടിയിൽ. നേരത്തെ ഫസ്റ്റിലേ നമ്മൾ പറഞ്ഞായിരുന്നു ഓൺ ദ മാറ്റ് എന്ന്. അപ്പോൾ ഓൺ, നമ്മുടെ പപ്പി മാറ്റിൻ്റെ പുറത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ ഓൺ എന്ന് പറഞ്ഞാൽ പുറത്ത്, അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ. ഓക്കെ. ഇനി ഇന്നെന്ന് പറഞ്ഞാലോ, ഒരു വസ്തുവിന് അകത്തിരിക്കുന്നതിനെ നമ്മൾ ഇന്നെന്ന് പറയും കേട്ടോ. അപ്പം ഓൺ പുറത്ത്, അണ്ടർ അടിയിൽ, ഇൻ അകത്ത്. അപ്പോൾ നോക്കി, ഇവിടെ നമ്മുടെ പപ്പി ബെഡിനടിയിലെല്ലാം ചെന്ന് നോക്കി. അത് കഴിഞ്ഞപ്പോഴോ ടേബിളിനടിയിൽ നോക്കി, അവിടെയും ആരെയും കണ്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, വേർ ഈസ് ദ ക്യാറ്റ് നൗ? ഇപ്പോൾ ആ ക്യാറ്റ് എവിടെ ഇരിക്കുകയാണ്? മക്കൾ കാണുന്നുണ്ടോ? കൂട്ടുകാർ കാണുന്നുണ്ടോ ആ ക്യാറ്റ് എവിടെ ഇരിക്കുക? ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ, ഇല്ലയോ? ഓൺ ദ ടേബിൾ, ആ ടേബിളിൻ്റെ പുറത്തിരിക്കുകയാണ്, ഇല്ലയോ? വിൽ ഹി പപ്പി സീ ദ ക്യാറ്റ്? ആ പപ്പി ആ ക്യാറ്റിനെ കണ്ടിട്ടുണ്ടായിരിക്കുമോ? നമുക്ക് നോക്കാം, അല്ലയോ? ഹി ക്ലൈംബ്ഡ് ഓൺ ടു ദ വിൻഡോ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. അവൻ എന്ത് ചെയ്ത്? ഹി ക്ലൈംബ്ഡ്, അവൻ ചാടിക്കയറി. ഓൺ ടു ദ വിൻഡോ, എവിടേക്കാണ് ചാടിക്കയറിയത്? വിൻഡോയിലേക്ക്, ഇല്ലയോ? വിൻഡോ എന്താ? ജനാല. ജനാലയിലേക്ക് അവൻ ചാടിക്കയറി. ആൻഡ് ലുക്ക്ഡ് ഔട്ട്, എന്നിട്ട് അവൻ പുറത്തേക്ക് നോക്കി. ഒന്നുകൂടെ പറയട്ടെ ടീച്ചർ. ഹി ക്ലൈംബ്ഡ്, നമ്മളെല്ലാം ക്ലൈംബ് ചെയ്യും, ഇല്ലയോ? ജനലിൻ്റെ പുറത്ത്, മരത്തിൻ്റെ പുറത്തൊക്കെ നമ്മൾ വലിഞ്ഞു കയറും, ഇല്ലയോ? അപ്പോൾ അതുപോലെ എന്ത് ചെയ്തവൻ? ഹി ക്ലൈംബ്ഡ് ഓൺ ടു ദ വിൻഡോ, വിൻഡോയുടെ പുറത്തേക്ക് അവൻ ചാടിക്കയറി. ആൻഡ് ലുക്ക്ഡ് ഔട്ട്, എന്നിട്ട് അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഹി സോ എ റൂസ്റ്റർ ഇൻ ദ യാർഡ്. അവൻ അവിടെ ആരെ കണ്ടു? പുറത്ത് അവൻ ആരെ കണ്ടു? മുറ്റത്ത് അവൻ ആരെ കണ്ടു? ഒരു റൂസ്റ്ററിനെ കണ്ടു. ആരാണ് റൂസ്റ്റർ? പൂവൻ കോഴിയാണ് കേട്ടോ. പൂവൻ കോഴി, ഒരുപാട് ഫെതേഴ്സൊക്കെ ഉള്ള, തലയിൽ വലിയ പൂവൊക്കെയുള്ള വലിയ കോഴിയെ കണ്ടിട്ടില്ലയോ? അതിനെയാണ് പൂവൻ കോഴി എന്ന് പറയുന്നത്, ആൺകോഴി. അപ്പോൾ അവനവിടെ ആരെ കണ്ടു? ഒരു റൂസ്റ്ററിനെ കണ്ടു. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് വിൽ ദ പപ്പി ഡു? പപ്പി ഇനി എന്ത് ചെയ്തിട്ടുണ്ടാകും? എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം പപ്പി ഇനി? നോക്കാം. ദ പപ്പി റാൻ ടു ദ റൂസ്റ്റർ. അവൻ എന്ത് ചെയ്തു? റാൻ ടു ദ റൂസ്റ്റർ. റൂസ്റ്ററിനടുത്തേക്ക് അവൻ ഓടി വന്നു. ഹൂ സെഡ് മ്യാവ്? എന്നിട്ട് അവൻ ചോദിച്ചു, ഹൂ സെഡ് മ്യാവ്? ആരാണ് മ്യാവ് എന്ന് പറഞ്ഞത്? ഹി ആസ്ക്ഡ് ദ റൂസ്റ്റർ. അവൻ റൂസ്റ്ററിനോട് ചോദിച്ചു. ദ റൂസ്റ്റർ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് സാങ് കോക്കാ ഡൂഡിൽ ഡൂ. അപ്പോൾ നോക്കിയേ, അപ്പോൾ റൂസ്റ്റർ എന്ത് ചെയ്തു? ഫ്ലാപ്ഡ് ഹിസ് വിങ്സ്. അവൻ്റെ ചിറകുകളൊക്കെ ഇങ്ങനെ വിടർത്തി അവൻ പാടാൻ തുടങ്ങി. എന്താ നമ്മുടെ റൂസ്റ്റർ പാടുന്നത്? കോക്കാ ഡൂഡിൽ ഡൂ എന്ന്. എന്താ? കൊക്കരക്കോ കോന്നല്ലേ നമ്മുടെ റൂസ്റ്റർ കൂവുന്നത്? അല്ലേ പറയുന്നത്? ആണോ? മ്യാവെന്നാണോ നമ്മുടെ റൂസ്റ്റർ പറയുന്നത്? മക്കളുടെ വീട്ടിലെല്ലാം റൂസ്റ്റർ ഉണ്ടോ? അല്ലെ കോഴിയുണ്ടോ? അവരെങ്ങനെയാണ് കരയുന്നത്? കൊക്കരക്കോ കോന്നല്ലയോ കരയുന്നത്? റൂസ്റ്റർ അങ്ങനെയല്ലയോ കരയുന്നത്? രാവിലെ നമ്മളെ വിളിച്ചുണർത്തുന്ന റൂസ്റ്റർ അല്ലയോ? അവരങ്ങനെയല്ലയോ കരയുന്നത്? അപ്പം മ്യാവെന്ന് കരയുന്ന ആരാന്ന് നമുക്കറിയാം, അല്ലയോ? അപ്പോൾ നോക്കി, ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. വേർ ആർ ദ പപ്പി ആൻഡ് ദ റൂസ്റ്റർ? വേർ ആർ ദ പപ്പി ആൻഡ് ദ റൂസ്റ്റർ? ആ പപ്പിയും റൂസ്റ്ററും എവിടെയായിരുന്നു? യാർഡിലായിരുന്നു, ഇല്ലയോ? ഇനി നോക്കി, ക്യാൻ യു സേ മ്യാവ്? നിനക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റുമോ? നിനക്ക് സാധിക്കുമോ? ആസ്ക്ഡ് ദ പപ്പി. അപ്പോഴത്തേക്ക് പപ്പി ചോദിക്കാം. അപ്പോൾ അവന് വിശ്വാസം വന്നില്ല. അവൻ അങ്ങനെയാണ് കോക്കാ ഡൂഡിൽ ഡൂ എന്നാണ് പറയുന്നതെന്ന് അവന് വിശ്വാസം വന്നില്ല. വീണ്ടും അവൻ എന്താണ് റൂസ്റ്ററിനോട് ചോദിക്കുകയാണ്, ക്യാൻ യു സേ മ്യാവ്? നിനക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റുമോ? ആസ്ക്ഡ് ദ പപ്പി. ഐ കനോട്ട്, ഐ ഓൺലി സേ കോക്കാ ഡൂഡിൽ ഡൂ സെഡ് ദ റൂസ്റ്റർ. എനിക്ക് പറ്റത്തില്ല, എനിക്ക് അങ്ങനെ മ്യാവെന്ന് പറയാൻ പറ്റത്തില്ല. ഐ ഓൺലി സേ കോക്കാ ഡൂഡിൽ ഡൂ. ഞാൻ കോക്കാ ഡൂഡിൽ ഡൂ എന്ന് മാത്രമേ പറയത്തുള്ളൂ. സെഡ് ദ റൂസ്റ്റർ. റൂസ്റ്റർ പറഞ്ഞു. വാട്ട് വിൽ ദ പപ്പി ഡൂ ദം?
പിന്നീട് ആ പപ്പി എന്ത് ചെയ്തിരിക്കാം? അതറിയണമെങ്കിൽ നമുക്ക് അടുത്തത് വായിക്കണം, അല്ലയോ? നോക്കിയേ. മ്യാവ്, ദ പപ്പി ഹേർഡ് ദ സൗണ്ട് അഗെയിൻ. മ്യാവ് എന്നുള്ള ആ സൗണ്ട് അവൻ വീണ്ടും കേട്ടു. ഹീ സോ എ കെന്നൽ നിയർ ബൈ. അവൻ അവിടെ എന്താണ്, ഒരു കെന്നൽ കണ്ടു. കെന്നൽ എന്താ? പട്ടിക്കൂടിനെയാണ് നമ്മൾ കെന്നൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഹീ സോ എ കെന്നൽ നിയർ ബൈ. അവൻ അവിടെ അതിനരികിൽ എന്താണ്, ഒരു കെന്നൽ കണ്ടു, ഒരു പട്ടിക്കൂട് കണ്ടു. ഇറ്റ് മസ്റ്റ് ബി ഹിയർ. ഇത് ഇവിടെ നിന്നായിരിക്കും തീർച്ചയായിട്ടും. ഏത് ആ സൗണ്ട്, മ്യാവു എന്നുള്ള സൗണ്ട് കേട്ടോ, ഇത് തീർച്ചയായിട്ടും ഇവിടെ നിന്നായിരിക്കും. സെഡ് ദ പപ്പി പറഞ്ഞു. ഹീ വാക്ക്ഡ് ടു ദ കെന്നൽ. അവൻ എന്ത് ചെയ്തു? ആ കെന്നലിനരികിലേക്ക് നടന്നു ചെന്നു. അവൻ ഉറപ്പായിട്ടും പറയുകയാണ്, ഇറ്റ് മസ്റ്റ് ബി ഹിയർ. ഉറപ്പായിട്ടും അതിവിടെ തന്നെ കാണും എന്നുള്ള രീതിയിൽ അവൻ എന്താണ്, അവിടേക്ക് നടന്നു ചെന്നു. എവിടേക്കാണ് അവൻ പപ്പി നടന്നു ചെന്നത്? കെന്നലിനരികിലേക്ക് കേട്ടോ. കെന്നൽ, പട്ടിക്കൂട്. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ. വെയർ ഈസ് ദ ക്യാറ്റ് നൗ? ഇപ്പം ക്യാറ്റ് എവിടെയാണ്? എവിടെ? കെന്നലിൻ്റെ അടുത്ത്, ഇല്ലയോ? ഹു ഈസ് ഇൻസൈഡ് ദ കെന്നൽ? ആരാണ് കെന്നലിൻ്റെ പുറകിൽ നിന്നത്? ആരാണ്? നമുക്ക് കാണാം, ഒരാൾ ഒളിച്ചവിടെ ഇരിക്കുന്നതാണ്. ആരാ? നമ്മുടെ ക്യാറ്റാണ്, ഇല്ലയോ? കൂട്ടുകാരെ, ചിത്രം നന്നായിട്ട് നിരീക്ഷിക്കണേ. ഹീ സോ എ ഡോഗ് ഇൻ ദ കെന്നൽ. അവൻ അവിടെ എന്താണ്, ഒരു ഡോഗിനെ കണ്ടു. എവിടെയാണ്? ഇൻ ദ കെന്നൽ. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഇന്നെന്ന് വെച്ചാൽ അകത്ത്, അണ്ടർ എന്ന് വെച്ചാൽ അടിയിൽ, ഓണെന്ന് വെച്ചാൽ പുറത്ത്. അപ്പോൾ നോക്കിയേ, ഹീ സോ എ ഡോഗ് ഇൻ ദ കെന്നൽ. അവന് ആ കെന്നലിന് അകത്ത്, ആ പട്ടിക്കൂടിനകത്ത് ആരെ കണ്ടു? ഒരു ഡോഗിനെ കണ്ടു. വാസ് ദാറ്റ് യു? നീ ഇവിടെ ആയിരുന്നോ? വാട്ട്? എന്ത്? യു സെഡ് മ്യാവ് റൈറ്റ്. നീ മ്യാവ് എന്ന് പറഞ്ഞില്ലയോ? ശരിയല്ലയോ? മീ, ഞാനോ? ബൗ. ആർ യു ജോക്കിംഗ് പപ്പി? ഞാനോ? ഞാൻ ബൗ എന്നാ പറയുന്നത്. നീ എന്താ തമാശ പറയുവാണോ പട്ടിക്കുട്ടി? ദ ഡോഗ് ഗോട്ട് ആംഗ്രി. അവനെന്താണ്, ദേഷ്യത്തോട് ചോദിച്ചു. അപ്പം നോക്കിയേ, നമ്മുടെ പട്ടിക്കുട്ടി എന്താണ്, കുഞ്ഞൊരു പട്ടിക്കുട്ടിയാണില്ലയോ? അവനെന്താണ്, അകത്ത് നിന്ന് വരുന്ന ഒരു വലിയ പട്ടിക്കുട്ടിയെ കണ്ടു. അവനന്നേരം ചോദിച്ചു, നീ അപ്പം ഇവിടെ ആയിരുന്നില്ലയോ? നീയല്ലയോ മ്യാവെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ വലിയ പട്ടി എന്ത് പറഞ്ഞു? നോ, ഞാനെങ്ങനെയാണ് കരയുന്നത്? ബൗ എന്നാണ് ഞാൻ കരയുന്നത്. നീ എന്താ എന്നോട് തമാശ പറയുകയാണോ? നീ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ പേടിപ്പിച്ചു. അവന് പേടിച്ചു പോയില്ലയോ? ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ ഗോട്ട് ആംഗ്രി? ആരാണ് അവനോട് ദേഷ്യപ്പെട്ടതെന്ന്? ആരാ? നമ്മുടെ ഡോഗാണില്ലയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിൽ ഹി അറ്റാക്ക് ദ പപ്പി? അവൻ നമ്മുടെ പപ്പിക്കുട്ടിയെ അറ്റാക്ക് ചെയ്തോ? നോ, ഇല്ലയോ? അറ്റാക്ക് ചെയ്തില്ല, പക്ഷേ ദേഷ്യപ്പെട്ടു. ഇനി നോക്കിയേ. ദ പപ്പി വാസ് അഫ്രൈഡ്. ഹി റാഷ്ഡ് ടു ദ ഗാർഡൻ. ഹി ഹൈഡ് അണ്ടർ എ ബുഷ്. ദ പപ്പി വാസ് അഫ്രൈഡ്. അവനെന്താണ്, കുഞ്ഞു പട്ടിക്കുട്ടിയല്ലയോ? അവൻ പേടിച്ചു പോയില്ലയോ? വലിയ പട്ടി ദേഷ്യപ്പെട്ടപ്പോഴത്തേക്ക് അവനെന്താണ്, പേടിച്ചു പോയി. ദ പപ്പി വാസ് അഫ്രൈഡ്, പേടിച്ചു പോയി. ഹി റാഷ്ഡ് ടു ദ ഗാർഡൻ. അവൻ എന്ത് ചെയ്തു? ഗാർഡനിലേക്ക് ഓടിപ്പോയി. ഹി ഹൈഡ് അണ്ടർ എ ബുഷ്. എന്നിട്ട് എന്ത് ചെയ്തു? അവന് അവിടെ ഒരു കുറ്റിച്ചെടി ഉണ്ടായിരുന്നു, അതിൻ്റെ അടിയിലായിട്ട് പേടിച്ചൊളിച്ചിരുന്നു. അപ്പോൾ എന്താണ്, ആ മ്യാവ് സൗണ്ടും തേടി പോകുന്ന നമ്മുടെ പപ്പിക്കുട്ടിയുടെ കഥയാണ് ഇതിലെയോ. അപ്പോൾ നമ്മുടെ പപ്പിക്കുട്ടി രസകരമായിട്ട് അവനെന്താണ്, ഓരോരുത്തരോടും ചെന്ന് ചോദിക്കുകയാണ്, നീയാണോ മ്യാവ് കരഞ്ഞെന്ന്. പക്ഷെ ആരും തന്നെ എന്താണ്, സമ്മതിച്ചില്ല, അല്ലയോ? എന്തുകൊണ്ടാ? ഓരോരുത്തർക്കും ഓരോരോ സൗണ്ടുകളുണ്ട്, ഇല്ലയോ? അതുകൊണ്ടാണ് അവരാരും എന്താണ്, സമ്മതിക്കാഞ്ഞത്. നമ്മുടെ ഡോഗ് കരയുന്നത് ബൗ എന്നാണ്, ഇല്ലയോ? പിന്നെ റൂസ്റ്റർ കോക്കാഡൂഡിൽ എന്നാണ് കരയുന്നത്, അല്ലേ? അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കരയുന്നത്. അപ്പം നോക്കിയേ, നമ്മുടെ പാഠഭാഗം എല്ലാ കൂട്ടുകാരും നന്നായിട്ട് കേൾക്കണം, ചിത്രം നന്നായിട്ട് നിരീക്ഷിക്കണം, ചിത്രത്തിലെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.
ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു.